ഹലോ. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കോഴ്സുള്ള കാര്യങ്ങളും ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളും അഡ്മിഷൻസിൻ്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് ഹോസ്റ്റലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ മെയിനായിട്ട് ആൾക്കാർക്ക് അറിയേണ്ട, കുട്ടികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഹോസ്റ്റൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ്റെ ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇപ്പം ബോയ്സിനായാലും ഗേൾസിനായാലും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസിൽ ഗേൾസിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോയ്സിന് ഉണ്ടാവാറില്ല. അപ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ബോയ്സിനായാലും ഗേൾസിനായാലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ട് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ സേഫ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. സേഫാണ്, 100% ഞാൻ സേഫാണ്. ടിൽ ദ ഡേറ്റ് ഇന്ന് വരെ എനിക്ക് യാതൊരു പ്രശ്നവും സേഫ് അല്ല എന്ന് തോന്നിയിട്ടില്ല. എല്ലാം സേഫ് തന്നെയാണ്, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ കുറേ ആൾക്കാർ ഹോസ്റ്റൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്ത് താമസിക്കുന്നുണ്ട്. അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമുക്ക് സേഫ് ആണോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത് അവർ ഓൺ ഡിസിഷനാണ്. അവരുടെ ഇഷ്ടത്തിന് ഹോസ്റ്റൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് താമസിക്കുന്നവരുണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇവിടെ ഉള്ള ഹോസ്റ്റലിൽ മെയിനായിട്ടുള്ളത് സിംഗിൾ റൂംസ് ഉണ്ട്, ഡബിൾ സീറ്റർ റൂംസ് ഉണ്ട്, പിന്നെ 3 സീറ്റർ റൂംസ് ഉണ്ട്, പിന്നെ 4 സീറ്റർ റൂംസ്. ഇങ്ങനെ 4 ടൈപ്പിലുള്ള റൂംസാണ് ഉള്ളത്. ഇപ്പം സിംഗിൾ സീറ്റ് റൂംസ് അവർ മെയിനായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും. ഇപ്പം എനിക്ക് സിംഗിൾ സീറ്റ് റൂം വേണം, അങ്ങനെ ഒരു എല്ലാവർക്കും സിംഗിൾ സീറ്റ് റൂംസ് ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവർ ചില പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. സിംഗിൾ സീറ്റ് റൂംസ് നമുക്ക് പ്രത്യേകിച്ച് വേണമെങ്കിൽ, അല്ലാണ്ട് എല്ലാവർക്കും കിട്ടത്തില്ല. അപ്പം അതൊന്ന് എല്ലാവർക്കും കിട്ടില്ല. അപ്പം അങ്ങനെയാണ് സിംഗിൾ സീറ്റ് റൂംസ്. പിന്നെ ഡബിൾ സീറ്റർ, അതൊക്കെ അവൈലബിലിറ്റി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് എനിക്ക് ഇന്ന റൂം വേണം എന്ന് പറയാൻ ചിലപ്പോൾ കിട്ടില്ല. ഫസ്റ്റ് സെർവ് ആണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വന്നവർക്ക് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ബാക്കിയുള്ള റൂംസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഡബിൾ സീറ്ററും 3rd സീറ്ററും 4 സീറ്ററും റൂംസൊക്കെ ഉള്ളത്. ഷെയർഡ് ആണ്, ഒബ്വിയസ്ലി ഷെയറിങ് ആണ്. പിന്നെ 4 സീറ്റർ റൂമിലാണെങ്കിൽ നമുക്ക് എന്താണ് ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂം നമുക്ക് റൂമിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഹോസ്റ്റൽ റൂം ടൂറും ചെയ്യുന്നുണ്ട്. സോ ഉടനെ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഹോസ്റ്റലിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത്, നമുക്ക് ബേസിക്കലി ഒരു കുട്ടിക്ക് വേണ്ട ബേസിക് ഐറ്റംസ് ഉണ്ടാവും. കട്ടില്, പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ചെയർ, ഒരു ടേബിള്, പിന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള അലമാര, പിന്നെ നമുക്ക് ലൈറ്റ്, ഒരു കുട്ടിക്ക് ഒരു ലൈറ്റ് ഉണ്ടാവും. അങ്ങനെ റൂമിൽ ലൈറ്റ്, ഫാന്. ചിലപ്പം ഡബിൾ സീറ്റർ റൂം ആണെങ്കിൽ 3 സീറ്റർ റൂം ആണെങ്കിൽ 2 ലൈറ്റ് 2 ഫാന്. അങ്ങനെ എന്നുവെച്ചാൽ ആ ഒരു സ്പേസിനെ ഒക്യുപ്പൈ ചെയ്ത് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരു രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ബേസിക്കലി നമുക്ക് ഒരു ടേബിൾ, ഒരു ചെയർ, കട്ടില്, അലമാര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ മെത്തയും പ്രൊവൈഡ് ചെയ്യും. ബാക്കിയുള്ള സാധനങ്ങൾ, ഇപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ നമുക്കെന്താ തലേണ, അതേപോലെ സാധനങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയാണ്. നെക്സ്റ്റ് പിന്നെ ചോദിക്കുന്ന ഇതാണ് ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. SC/ST കാറ്റഗറിക്ക് ഫീസ് കുറവാണ്. വേറെ കാറ്റഗറിയിലെ കുട്ടികൾക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനറൽ OBC കുട്ടികൾക്ക് വേറെയാണ്. അപ്പം ഇപ്പം നിലവിലുള്ള ഫീ എന്ന് പറയുന്നത് 8500 രൂപയാണ് ഒരു സെമ്മ്. അതായത് 6 മാസത്തേക്ക് 8500 രൂപ ഹോസ്റ്റൽ ഫീ. ഇതിന് പോലെ പുറമെ മെസ് ഫീസ് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം 8500 രൂപയാണ് ഹോസ്റ്റൽ ഫീസ് ഓരോ സെമ്മിൽ. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലൊക്കെ നമ്മൾ കുറച്ച് എമൗണ്ട് അഡ്വാൻസ് അടയ്ക്കേണ്ടി വരും, അഡ്വാൻസ് എമൗണ്ട് ആയിട്ട്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സിയുരാജിൻ്റെ ഹോസ്റ്റൽ ഫീസ് സ്ട്രക്ചർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവിടെ PDF ഉണ്ടാവും, അത് നിങ്ങൾക്ക് നോക്കാം. അപ്പം അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്താണ് ഫീസും കാര്യങ്ങളെന്നൊക്കെ. പിന്നെ ഗേൾസിലെ എല്ലാ അവിടെ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെസ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് മെസ്സ് വേണ്ടവർക്ക് മെസ്സ് എടുക്കാം. കേസ് ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ ഹോസ്റ്റലിലും മെസ്സ് ഉണ്ടാവില്ല, ഒരൊറ്റ കോമൺ മെസ്സാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് അവർ ഫുഡ് കഴിക്കുക. പക്ഷേ ഗേൾസിന് എല്ലാ ഹോസ്റ്റലിലും, ഞങ്ങളിവിടെ 4 ഹോസ്റ്റലുണ്ട്. ഒരു ഹോസ്റ്റൽ PhD ഹോസ്റ്റലാണ്. ബാക്കിയുള്ള ഹോസ്റ്റലിലും ഓരോ ഹോസ്റ്റലും PhD ഹോസ്റ്റലായാലും
ബാക്കിയുള്ള ഓരോ ഹോസ്റ്റലിലായാലും അവർ എല്ലാ ഹോസ്റ്റലിലും മെസ്സ് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നത്. പിന്നെ മെസ്സിൻ്റെ ഫീസ് പറയുകയാണെങ്കിൽ നമുക്ക് മെസ് ഫീസ് വരുന്നത് 15,000 രൂപയാണ് ഒരു സെമ്മിന് വരുന്ന മെസ് ഫീസ്. ഇപ്പം ഇതുവരെ ഇവിടെ ഒരു ടോക്കൺ സിസ്റ്റം അങ്ങനെ അല്ലെങ്കിൽ അപ്പം തന്നെ പേ ചെയ്ത് ഫുഡ് കഴിക്കാം അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ടിൽ നൗ വന്നിട്ടില്ല. അപ്പോൾ ഇനി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പം എന്താണോ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ് ആ കണ്ടീഷനിലെ രീതിയിലാണ് പറയുന്നത്. അപ്പം ഫീസ് ഇപ്പം എന്തിൻ്റെ ഫീസ് സ്ട്രക്ചർ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലുണ്ടാവും, അത് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഓരോ അക്കാഡമിക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓരോ കോഴ്സിനും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്, ഫീസ് സ്ട്രക്ചറിലുണ്ടായിരിക്കും. അതിൽ മെസ്സും ഹോസ്റ്റലും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതും എല്ലാം പോയി ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഉൾപ്പെടുത്താം. അപ്പം ഞാൻ അതുണ്ടെങ്കിൽ അത് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് കോഴ്സിനെ പറ്റിയിട്ട്, അതിൻ്റെ കട്ട് ഓഫ്, പിന്നെന്താ ഓരോ കോഴ്സ് എങ്ങനെയാണ്. കുറേ ന്യൂലി കോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. പിന്നെന്താ ചെയ്യാനായിട്ട് നോക്കാം. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം ഞാൻ വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.